ഒരിക്കലുമില്ല ലക്ഷ്മി. കാര്യം നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ ഒരു വിമർശനം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമല്ല. കാര്യം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഇത് കിട്ടിയില്ല, ചൈനയുമായി ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അംഗീകരിക്കാതിരുന്നവരാണിവർ. രണ്ടാമതായി ജനാധിപത്യത്തിൽ അന്തർദേശീയ അടിസ്ഥാനത്തിൽ ഒരിക്കലും വിശ്വസിക്കത്തില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. നമുക്കറിയാം, ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ് അവരുടെ നയം പറയുന്നത്. അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ പറയുകയാണ്, ഈ ഭരണഘടന ഒരു കുന്തവും കുടച്ചക്രവുമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു നോക്കിയാൽ ഭരണഘടനയിൽ ആമുഖത്തിൽ, അതായത് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നിയമവേദികളിൽ, ഈ നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിൽ അടക്കം ഒരുപാട് കേസുകളിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് സുപ്രീം കോടതി കാണുകയും ചെയ്തതാണ്. ആ പ്രിയാമ്പിളിനെ തന്നെയാണ് അദ്ദേഹം ഏറ്റവും ആദ്യം വിമർശിക്കുന്നത്. നോക്കൂ, അതിൽ അദ്ദേഹം പറയാണ്, ഈ ഭരണഘടനയിൽ ചില കാര്യങ്ങളുണ്ട്, അതിലൊന്ന് ജനാധിപത്യമാണ്, പിന്നെ മതേതരത്വമാണ്, പിന്നെ കുറെ കുന്തവും കുടച്ചക്രവും. ഈ ജനാധിപത്യവും മതേതരത്വവും കഴിഞ്ഞ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് സോഷ്യലിസത്തെ പറ്റിയാണ്. നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റിന് സോഷ്യലിസം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന സോഷ്യലിസം കുന്തവും കുടച്ചക്രവുമാണ് എന്ന് തോന്നുന്നെങ്കിൽ അയാൾ ലെഫ്റ്റ് അല്ല എന്ന് പറയേണ്ടതായി വരില്ലേ? രണ്ട്, കൃത്യമായ ഭരണഘടനാ ലംഘനമാണ് സജി ചെറിയാൻ നടത്തിയിരിക്കുന്നത്. സജി ചെറിയാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയോ കമ്മ്യൂണിസ്റ്റ് റഷ്യയോ ഒന്നല്ല. ഇത് ഈ രാജ്യത്തെ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യമായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ MLA-മാരും പിന്നീട് മന്ത്രിമാരുമാകുന്ന ഒരു സംസ്ഥാനമാണ്. സജി ചെറിയാൻ എങ്ങനെയാണ് മന്ത്രിയാകുന്നത് ലക്ഷ്മി? സജി ചെറിയാൻ മന്ത്രിയാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷനെ, ആ ഭരണഘടനയെ സംഘപരിവാരം പോലും വിമർശിക്കാൻ അറച്ചു നിൽക്കുമ്പോൾ, നോട്ട് ദ പോയിന്റ്, വളരെ പ്രധാനപ്പെട്ടാണ്, ഗാന്ധിയെ വിമർശിക്കുന്ന, ഗാന്ധിക്കെതിരെ വെടിയുയർത്തുന്ന സംഘപരിവാരം പോലും കോൺസ്റ്റിറ്റ്യൂഷനെതിരെ സംസാരിക്കാൻ, പ്രത്യക്ഷത്തിൽ സംസാരിക്കാൻ, അവർ ഉടച്ചു വാർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ സംസാരിക്കാൻ മടച്ചു നിൽക്കുമ്പോൾ അവരുടെ പ്രോ വേർഷനായി മാറുകയാണ് സജി ചെറിയാൻ, അല്ലേ? ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണ്, ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ചത് എഴുതിയെടുത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒന്നെങ്കിൽ ചരിത്രപരമായി യാതൊരു വിവരവുമില്ല എന്നത് അദ്ദേഹം അംഗീകരിക്കേണ്ടതായി വരും. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എത്ര വർഷമാണ് നീണ്ടുനിന്നത്? 51-ൽ റിപ്പബ്ലിക് ആവുന്നോടം വരെ എത്ര ചർച്ചകൾ ഇതിൽ നടന്നിട്ടുണ്ട്? ഗാന്ധിയും അംബേദ്കറുമായി നടന്ന വാഗ്വാദങ്ങൾ, പോരാട്ടങ്ങൾ ഒക്കെ നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്ത് വിവിധ സമൂഹങ്ങളെ ഉൾക്കൊണ്ട് കോൺഗ്രസിനെ, സോഷ്യലിസ്റ്റുകളെ, അന്ന് കമ്മ്യൂണിസ്റ്റുകളായിരുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ, ഹിന്ദു മഹാസഭയെ, മുസ്ലിം ലീഗിനെ, അതായത് ഈ രാജ്യത്തിന്റെ വിവിധ സാരാംശങ്ങളെ എല്ലാം ഉൾച്ചേർന്നുകൊണ്ട് അവരെ എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷനാണ് അദ്ദേഹം പറയുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ വായിൽ നിന്ന് വീണതെല്ലാം എഴുതിയെടുത്തതാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ്, ഒരു കോടതി ഇങ്ങനെ വിധിച്ചു, മറ്റേ കോടതി ഇതാ ഇപ്പൊ ഇങ്ങനെ വിധിച്ചിരിക്കുന്നു, അതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ചരിത്ര വിദ്യാഭ്യാസം മാത്രമല്ല നിയമ വിദ്യാഭ്യാസവും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ രാജ്യത്ത് ഹൈക്കോടതിക്ക് മുകളിലാണ് ഇദ്ദേഹം പറയുന്ന താഴെ തട്ടിലുള്ള ജില്ലാ കോടതികൾ അടക്കം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിവരവും വിദ്യാഭ്യാസവും ഇല്ല. കുന്തം കുടച്ചക്രവും എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വിവരവും വിദ്യാഭ്യാസവും ഇല്ല എന്ന് പറയേണ്ടതായി വരും. ഇനി അദ്ദേഹത്തിന് ഒരു സാധ്യതയുണ്ട്, അത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഡിവിഷൻ ബെഞ്ചും ഇതെടുത്ത് പളയിൽ കളയാൻ തന്നെയാണ് സാധ്യത. പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കാം. ഇപ്പൊ നേരത്തെ ലക്ഷ്മി പറഞ്ഞ സുപ്രീം കോടതിയെ സമീപിച്ച ഒരാൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന്നത്തെ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ച് അവിടെ നിന്ന് കിട്ടിയതെന്താണെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ സജി ചെറിയാൻ മാത്രമല്ല, ഈ വിഷയത്തിൽ ഭരണഘടനയെ അവഹേളിച്ചൊരു മന്ത്രിയെ, രാജിവെച്ച് പുറത്തുപോയൊരു മന്ത്രിയെ, ആ കേസ് നിലനിൽക്കെ തന്നെ, പ്രത്യക്ഷത്തിൽ ആ കേസിന്റെ എല്ലാ മെറിറ്റ്സും നിലനിൽക്കെ തന്നെ അദ്ദേഹത്തെ വീണ്ടും മന്ത്രിസഭയിൽ എടുക്കാൻ കാണിച്ച